A View of a Pig, a poem written by Ted Hughes. So, Ted Hughes, one of Britain's most prominent 20th century poets, is known for poetry that explores the natural world alongside human experience. In the introduction to A Poet to Poet, Ted Hughes, Simon Armitage called Hughes a poet whose great exploit was to bring the inner working of the human brain into the wide world and at the same time draw the outside world into the mind. Hughes' verse delves into the dark side of man's consciousness, exploring human conflict and its animal counterpart. Often fusing mythology and folklore against a pastoral setting, Hughes draws on the 18th and 19th century Romantic movement while his active, blooming language recalls Shakespeare. In addition to poetry, Hughes wrote children's books and plays. Hughes was born in Yorkshire, England in 1930. He began writing poetry as a child, heavily influenced by his rural surroundings and by his fascination with mythology and folklore. സോ യൂണിവേഴ്സിറ്റി മെറ്റീരിയലിൽ കൊടുത്തിട്ടുള്ള നമ്മളുടെ ടെഡ് ഹ്യൂഗ്സിൻ്റെ ഒരു ബയോഗ്രഫിയാണ് ഞാനിവിടെ വായിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് യൂണിവേഴ്സിറ്റി മെറ്റീരിയൽ ഉള്ളതല്ല. യൂണിവേഴ്സിറ്റി മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലുള്ളതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിക്കുക. ആൻഡ് യൂണിവേഴ്സിറ്റി മെറ്റീരിയൽ യൂസ് ചെയ്യാതെ ഞാൻ പുറത്തുനിന്ന് കുറച്ച് റെഫറൻസ് എടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് വായിച്ചിട്ടില്ല. സോ ഇതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് ഉണ്ടല്ലോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ PG ലെവലിലുള്ള എക്സാംസൊക്കെ എഴുതുമ്പം ആക്ച്വലി നമ്മൾ ഓതറിനെ കുറിച്ച് എഴുതുമ്പോൾ ആ ഒരു ലെവലിൽ വേണം എഴുതാൻ. ഓക്കെ, അല്ലാണ്ട് പിന്നെ ടെഡ് ഹ്യൂഗ്സ് ഇന്ന ദിവസത്തിൽ ജനിച്ചു മരിച്ചു, അച്ഛൻ ഇതാണ് അമ്മ ഇതാണ് അങ്ങനെയല്ല എഴുതേണ്ടത്. നമ്മൾ എഴുതേണ്ടതാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ അദ്ദേഹം 20th സെഞ്ച്വറിയിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, എന്തുകൊണ്ടാണ് അദ്ദേഹം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓതർ ആയത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് 20th സെഞ്ച്വറിയിലെ ബ്രിട്ടനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോസ്റ്റ് പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു റൈറ്റർ ആയിരുന്നു ആര്, ടെഡ് ഹ്യൂഗ്സ് എന്ന് പറയുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ വർക്ക്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണ്, അദ്ദേഹം ഇന്നർ വേൾഡിനെ കുറിച്ച് മാത്രമല്ല, അതായത് ഹ്യൂമൻ ബീയിങ്സും അവരുടെ മെൻറ്റാലിറ്റിയും അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് മാത്രമല്ല അദ്ദേഹം പോയട്രിയിലൂടെ എഴുതുന്നത്, ബട്ട് ഹീ ഗോസ് ടു ഔട്ടർ വേൾഡ് ഓഫ് നേച്ചർ. ഓക്കെ, ഇപ്പം നേച്ചറിലുള്ള നാച്ചുറൽ വേൾഡിൻ്റെ അവസ്ഥയും അതുപോലെ അനിമൽസിനെ കുറിച്ചും ആൻഡ് അവരുടെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇപ്പോൾ നമുക്കൊരു മൃഗങ്ങളെ കൊല്ലുമ്പോൾ അല്ലെങ്കിൽ പക്ഷികളെ കൊല്ലുമ്പോൾ നേച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പം നമുക്ക് സിമ്പതി തോന്നാറുണ്ട് അല്ലേ, ബട്ട് പക്ഷെ നമ്മൾ എന്താ പറയുക എമ്പതറ്റിക് ആവാറില്ല. ബട്ട് ഹിയർ ടെഡ് ഹ്യൂഗ്സ് തിങ്കിങ് ലൈക്ക് എമ്പതറ്റിക് ടുവാർഡ്സ് നേച്ചർ ആൻഡ് നാച്ചുറൽ ലിവ്സ്. ആൻഡ് നമ്മൾ ഓതേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ഡെത്ത് ആൻഡ് ബർത്ത് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിക്കണം. ബട്ട് നമ്മൾ എക്സാം എഴുതുമ്പോൾ അതെല്ലാം കുറേ ഇങ്ങനെ എലാബറേറ്റ് ചെയ്ത് എഴുതണ്ട, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ബാക്കി അദ്ദേഹത്തിൻ്റെ പിന്നെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഏതൊക്കെയാണ്, പിന്നെ അവാർഡ്സ് ഏതൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ പിന്നെ ഈ ഒരു മെറ്റീരിയൽ തന്നെ ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക, മനസ്സിലാക്കി വെക്കുക. പിന്നെ വേറെ പോയിൻ്റ് എന്ന് പറയുന്നത് സിൽവിയ പ്ലാത്തിന് അറിയില്ലേ നിങ്ങൾക്ക്, സിൽവിയ പ്ലാത്തിൻ്റെ ഹസ്ബൻഡാണ് ടെഡ് ഹ്യൂഗ്സ് കേട്ടോ. ദെൻ വ്യൂ ഓഫ് എ പിഗ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദി സെക്കൻഡ് പോയറ്റിക് ആന്തോളജി ബൈ ടെഡ് ഹ്യൂഗ്സ് ടൈറ്റിൽഡ് ല്യൂപെർക്കാൽ. അപ്പോൾ ഈ ഒരു ല്യൂപെർക്കാൽ എന്ന് പറയുന്ന ടെഡ് ഹ്യൂഗ്സിൻ്റെ ഒരു പോയറ്റിക് ആന്തോളജി ഉണ്ട്, 1960 ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതിലാണ് എ വ്യൂ ഓഫ് എ പിഗ് എന്ന് പറയുന്ന വർക്ക് അല്ലെങ്കിൽ ഒരു പോയട്രി വന്നിട്ടുള്ളത്. ഇൻ ഇറ്റ് ദ റീഡേഴ്സ് വിറ്റ്നസ് ബോത്ത് എ ചേഞ്ച് ഇൻ സ്റ്റൈൽ and a development of the themes Hughes had developed in his first collection, The Hawk and the Rain.
സോ അദ്ദേഹത്തിൻ്റെ പോയട്രിയിലുള്ള തീംസിലാണെങ്കിലും അല്ലെങ്കിൽ റൈറ്റിംഗ് സ്റ്റൈലിലുള്ള ഡെവലപ്മെൻറ്റ്സ് ആണെങ്കിലും ആദ്യം അദ്ദേഹം അത് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മറ്റൊരു പോയട്രി കളക്ഷൻ ഉണ്ട്, ദ ഹോക്ക് ആൻഡ് ദ റെയിൻ എന്ന് പറയുന്ന പോയട്രി കളക്ഷൻ. അതിലാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റൈലും ലാംഗ്വേജും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇൻ ദിസ് അൺസെറ്റ്ലിംഗ് പോം ഹ്യൂഗ്സ് എക്സ്പ്ലോർസ് ദ ബ്രൂട്ടാലിറ്റി ഓഫ് നേച്ചർ, ദ ക്രുവൽറ്റി ഓഫ് ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ്സ് ടു നേച്ചർ, ഹിസ് ഓൺ ഇന്നബിലിറ്റി ടു എംപതൈസ് and perhaps his own failure as a poet. ഓക്കെ, അപ്പോൾ ഈ ഒരു വർക്കിൽ അദ്ദേഹം എന്താ പറയുന്നത്, അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിൻ്റെ പോയട്രീസിലൊക്കെ അദ്ദേഹം മെൻഷൻ ചെയ്യുന്ന തീം എന്താണ്? ക്രുവൽറ്റി ഓഫ് ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ് ടു നേച്ചർ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ, നോട്ടിൽ എഴുതി വെക്കാം. ആൻഡ് ക്ലാസ് കേൾക്കുമ്പോൾ ലെക്ചർ നോട്ട്സ് എഴുതാം, ആൻഡ് പോയട്രി ശ്രദ്ധിക്കുക, ആൻഡ് മെറ്റീരിയൽ കയ്യിലെടുത്ത് വെക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. ആൻഡ് ക്ലാസ് മാത്രം വെറുതെ ഇങ്ങനെ കേട്ട് പോയിട്ട് കാര്യമില്ല, ക്ലാസ് കേൾക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ നോട്ട്സ് വായിക്കണം. ആൻഡ് നിങ്ങൾക്ക് അറിയുന്ന ലാംഗ്വേജിൽ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പോലെ ലെക്ചർ നോട്ട് എഴുതണം. അപ്പോൾ എക്സാമിന് എഴുതുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർമ്മ കിട്ടുള്ളൂ. ഓക്കെ, സോ അദ്ദേഹം ചെയ്യുന്ന എന്താണ്? ബ്രൂട്ടാലിറ്റി ഓഫ് നേച്ചർ, ദ ക്രുവൽറ്റി ഓഫ് ഹ്യൂമൻ ആറ്റിറ്റ്യൂഡ് towards nature and his own inability to empathize. ആൻഡ് അതായത് ആക്ച്വലി അദ്ദേഹം എംപത്തറ്റിക് ആയിട്ടാണ് അല്ലെങ്കിൽ നേച്ചറിനെ കുറിച്ചും ഈ അനിമൽസിനെ കുറിച്ചൊക്കെ എഴുതുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും ഈ അനിമൽസിന് വേണ്ടി അല്ലെങ്കിൽ നേച്ചറിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ എംപത്തറ്റിക് ആയിട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു കാര്യം ഇതിൽ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നബിലിറ്റി കാണിക്കുന്നുണ്ട്. ആൻഡ് പെർഹാപ്സ് ഹിസ് ഓൺ ഫെയിലർ ആസ് എ പോയിറ്റ്, ഒരു പോയിറ്റ് എന്ന രീതിയിൽ അദ്ദേഹം ഒരു ഫെയിലർ ആണ് എന്നുള്ള രീതിയിലും അദ്ദേഹം എഴുതുന്നുണ്ട്. കാരണം ഇപ്പം മാരീഡ് ലൈഫൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ സിൽവർ പ്ലാത്തും ആൻഡ് ടെഡ് ഹ്യൂഗ്സും അത്ര ഒരു നല്ലൊരു റിലേഷനിലായിരുന്നില്ല. കാരണം സിൽവിയ പ്ലാത്തിന് സൂയിസൈഡ് ചെയ്യേണ്ടി വന്നു. അപ്പം എന്താണ് ഇവിടെ കാണിക്കുന്നത് വെച്ചാൽ ഫാമിലി ലൈഫിൽ അദ്ദേഹത്തിന് പിന്നെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല. ആസ് എ പോയിറ്റിക് ഓൾസോ ഹീ കുഡൻറ്റ് ഫൈൻഡ് എനി കംപ്ലീറ്റ്നെസ്. ഒരു പോയിറ്റ് എന്ന രീതിയിലും അദ്ദേഹം ഫെയിലിയർ ആവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ടെഡ് ഹ്യൂഗ്സിൻ്റെ വേറൊരു പോയിന്റ്, ദ തോട്ട് ഫോക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് നിങ്ങൾക്ക് BA ഉണ്ടായിട്ടുണ്ടാവും. അതും നല്ല രസമുള്ളൊരു പോയിട്രിയാണ്. അതിലും അനിമൽ ഇമേജറിയാണ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പിഗ് ഇൻ ദി പോം ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ അനിമൽ പോംസ് ഓഫ് ദി പോയിറ്റ്. ഇൻ ഫാക്ട് ദാറ്റ് the pig here does not live in the manner of Hughes other animals. അതായത് മറ്റുള്ള അനിമൽ പോയട്രിയിലൊക്കെ ടെഡ് ഹ്യൂഗ്സിൻ്റെ അനിമൽസിന് ജീവനുണ്ട്. ഓക്കെ, ആൻഡ് ഇതിൽ പക്ഷേ ഈ പിഗിന് ഇവിടെ ലൈഫില്ല. ഓക്കെ, അദ്ദേഹം മരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ലൈഫ് സോൾ ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പിഗിനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ സമ്മറി ലൈൻ ബൈ ലൈനായിട്ട് അല്ലെങ്കിൽ പാരഗ്രാഫ് വൈസ് ആയിട്ടുള്ള സമ്മറി നോക്കാം. ഞാൻ മൊത്തത്തിലൊരു സമ്മറി പറഞ്ഞു പോകാനാണ് വിചാരിച്ചത്, ബട്ട് നിങ്ങൾക്ക് അനോട്ടേഷൻ വരുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് സ്റ്റാൻസ വൈസ് നോക്കാം കേട്ടോ. ആൻഡ് ഇതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്തതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നമ്മൾ ക്ലാസ്സുകൾ തേർഡ് സെമ്മിൻ്റെ ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വി ആർ ഗോയിങ് ടു ദ പോയട്രി. ആൻഡ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ ഒന്ന് നോക്കാം കേട്ടോ. ദ പിഗ് ലേ ഓൺ ബാരോ ഡെഡ്, ഇറ്റ് വെയ്ഡ് ദേ സെഡ് as much as the 3 men. Its eyes closed, pink white eyelashes, its trotters stuck straight out. So this is the first stanza of the poem. അപ്പോൾ ഇതിലെന്താണ്? പിഗ് ഓൾമോസ്റ്റ് ഡൈഡ്. ഓക്കെ, ഡെഡ് ആയിട്ടുള്ള ഒരു പിഗിനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇൻ ദിസ് പോം we can see the expression of the poet's thoughts and feeling upon seeing a dead pig. അപ്പോൾ ഒരു ഡെഡ് പിഗിനെ കാണുമ്പോൾ ഉള്ള നമ്മളെ പോയറ്റിൻ്റെ എക്സ്പ്രഷൻസും അദ്ദേഹത്തിൻ്റെ തോട്ട്സുമാണ് ഈ ഒരു പോയട്രിയിൽ മൊത്തമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്? ആൻഡ് സോ ആ ഡെഡ് എന്ന് പറയുമ്പം നമുക്ക് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഡെഡ് ഈസ് എ കീ തീം ആൻഡ് നോട്ട് ദ വേർഡ് ഡെഡ് ഈസ് റിപ്പീറ്റഡ് ഇൻ മോസ്റ്റ്. അപ്പം മിക്ക സ്റ്റാൻസയിലും എന്തുണ്ട്? ഡെഡ് എന്ന് പറയുന്ന വേർഡ് പിന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡെഡ് എന്ന് പറയുന്നത്, ഡെത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് തീം ഇൻ ദിസ് പോം. ആൻഡ് ഇറ്റ് വെയ്ഡ് ദേ സെഡ് as much as 3 men. അപ്പോൾ എന്താണ്? അതായത് വെയ്ഡ് മീൻസ് ആ
പന്നീനെ ആ പിഗിനെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് അല്ലേ, തൂക്കിയിട്ടിട്ടുണ്ട്. ആൻഡ് എല്ലാവരും പറയുന്നുണ്ട് ദേ സെഡ് ആസ് മച്ച് ആസ് 3 men, അതായത് 3 മെന്നിൻ്റെ സൈസ് ഉണ്ട് എന്തിന്, ഈ ഒരു പിഗിന്. ഓക്കെ, ആ പിഗിൻ്റെ സൈസിനെയാണ് ഇവിടെ പറയുന്നത്. അതൊരു സിമിലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സിമിലി എസ്റ്റാബ്ലിഷസ് അനിമൽസ് വാസ്റ്റ് സൈസ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു പിഗിൻ്റെ സൈസാണ് ഇവിടെ കാണിക്കുന്നത്. ഇറ്റ്സ് ഐസ് ക്ലോസ്ഡ്. ഓക്കെ, ആൻഡ് പിങ്ക് വൈറ്റ് ഐലാഷസ്, കണ്ണടച്ചിട്ടുണ്ട്. ആൻഡ് ഡെഡ് ആണല്ലോ, ഒബ്വിയസ്ലി കണ്ണ് അടഞ്ഞിരിക്കും. ആൻഡ് അതിൻ്റെ ഐലാഷസിനെ വർണ്ണിക്കുന്നുണ്ട്, എന്താണ്, പിങ്ക് ആൻഡ് വൈറ്റ് കളറാണ് അതിൻ്റെ ഐലാഷസ് ആയിട്ട് വരുന്നത്. ഇറ്റ്സ് ട്രോട്ട് സ്റ്റക്ക് സ്ട്രെയിറ്റ് ഔട്ട്. അപ്പോൾ ഈ ട്രോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കുതിരകളില്ലേ, അതായത് നമ്മൾ ഈ ചരക്കൊക്കെ വലിച്ചുകൊണ്ട് പോകുന്ന കുതിര, അങ്ങനെ ഒരു മീനിങ് അതിനുണ്ട്. വേറെ മീനിങ്സ് ഉണ്ട്, ബട്ട് ഈ ഒരു സന്ദർഭം വെച്ച് നോക്കുകയാണെങ്കിൽ അതായിരിക്കും. കാരണം പിഗിനെ വലിച്ചുകൊണ്ടാവാനുള്ള ഒരു ട്രോട്ടേഴ്സിനെ അവരവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ദ സെക്കൻഡ് സ്റ്റാൻസ, സച്ച് വെയ്റ്റ് ആൻഡ് തിക്ക് പിങ്ക് ബൾക്ക് സെറ്റ് ഇൻ ഡെത്ത് സീംഡ് നോട്ട് ജസ്റ്റ് ഡെഡ്, ഇറ്റ് വാസ് ലെസ് ദാൻ ലൈഫ്ലെസ് ഫർദർ ഓഫ്, ഇറ്റ് വാസ് ലൈക്ക് എ സാക്ക് ഓഫ് വീറ്റ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു സ്റ്റാൻസിൽ നമ്മളെ പിഗിൻ്റെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, സച്ച് വേ ആൻഡ് തിക്ക് പിങ്ക് ബൾക്ക്, ഒരു പിങ്ക് ബൾക്കായിട്ടുള്ള ഒരു സാധനമായിട്ടാണ് ഇതിനെ കാണുന്നത്. സെറ്റ് ഇൻ ഡെത്ത് സീംഡ് നോട്ട് ജസ്റ്റ് ഡെഡ്, അതായത് ആൾ മരിച്ചിട്ടുണ്ട്, പക്ഷെ വെറും ഒരു മരണമല്ല, വെറും ഒരു ഡെഡ് മാത്രമല്ല, അതിനെ അത്രയും ക്രുവൽറ്റി മൈൻഡോട് കൂടിയിട്ട്, ക്രുവൽറ്റി ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ടാണ് ഹ്യൂമൻ ബീയിങ്സ് അതിനെ ഡെഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത്, അതിനെ കൊന്നിട്ടുള്ളത്. ഇറ്റ് വാസ് ലെസ് ദാൻ ലൈഫ്ലെസ് ഫർദർ ഓഫ്, ഇറ്റ് വാസ് ലൈക്ക് എ സാക്ക് ഓഫ് വീറ്റ്. അപ്പം ഇറ്റ് വാസ് ലെസ് ദാൻ ലൈഫ്ലെസ് എന്ന് പറയുമ്പോൾ തന്നെ എന്തായി, നമ്മൾ ഡെഡായി. അതിനേക്കാളും കീപ്പട്ടിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആ ഒരു അവസ്ഥയിലാണ് ആ പിഗിനെ കാണുന്നത്. സോ ഈ പിഗിനെ അവരെന്തിനാണ് കൊന്നിട്ടുള്ളത്? ഫോർ ഫുഡ്, അതിനെ ഫുഡാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിഗിനെ കൊന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ സാക്ക് ഓഫ് വീറ്റ്, ഒരു വീറ്റൊക്കെ കുത്തി കൊള്ളിച്ച് വെച്ചിട്ടുള്ള ചാക്ക് ഉണ്ടല്ലോ, ഗോതമ്പ് ചാക്ക് എന്ന് പറയില്ലേ, അതുപോലെയാണ് ഇപ്പോൾ ആ ഒരു പിഗിൻ്റെ അവസ്ഥ. പിന്നെ അതും ആ ഒരു പിഗിൻ്റെ വെയ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ പിഗിൻ്റെ വെയ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ സൈസ് കാണിക്കാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങൾ ഇപ്പം നമ്മൾ കണ്ടു. മച്ചസ് 3 men എന്ന് പറയുന്നതും പിന്നെ എ സാക്ക് ഓഫ് വീറ്റ് എന്ന് പറയും, ലൈക്ക് എ സാക്ക് ഓഫ് വീറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് അതിലും ഈ സ്റ്റാൻസിലും ഡെഡ് എന്ന് പറയുന്ന വേർഡ് വരുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹ്യൂമൻ്റെ അല്ലെങ്കിൽ നേച്ചറിനോടുള്ള അല്ലെങ്കിൽ അനിമൽസിനോടുള്ള ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ക്രൂവൽ ആറ്റിറ്റ്യൂഡിനെ കാണിക്കുന്ന സ്റ്റാൻസയാണ് ഈ ഒരു സെക്കൻഡ് സ്റ്റാൻസ എന്ന് പറയുന്നത്. ഓക്കെ, third stanza, I thumped it without feeling remorse. One feels guilty insulting the dead, walking on graves, but this pig did not seem able to accuse. And അദ്ദേഹം പറയാണ്, ഐ തംപ്ഡ് ഇറ്റ് വിത്തൗട്ട് ഫീലിംഗ് റിമോഴ്സ് എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം അല്ലെങ്കിൽ കുറ്റബോധം അങ്ങനെയുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ആൻഡ് ഐ തംപ്ഡ് മീൻസ് ദ സ്പീക്കർ സ്ട്രൈക്ക് ദ പിഗ്, അതായത് കുത്തുക എന്ന് പറയില്ലേ നമ്മൾ, സ്ട്രൈക്ക് ചെയ്യുക ഓർ തമ്പ് ചെയ്യുക മീൻസ് അതിനെ ഉപദ്രവിക്കുക എന്നുള്ള മീനിങ് ആണ്. സോ he was guilty about himself because അദ്ദേഹത്തോടെ ഒരു പുച്ഛം, ഒരു പശ്ചാത്താപം തോന്നുകയാണ്. why does the speaker strike that pig, എന്തുകൊണ്ടാണ് താനൊരു റിമോഴ്സും ഇല്ലാണ്ട് ഒരു പശ്ചാത്താപവും ഇല്ലാണ്ട് എന്തുകൊണ്ട് താൻ അതിനെ കൊല്ലാൻ വേണ്ടി സപ്പോർട്ട് ചെയ്തു, കൂട്ടു നിന്നു എന്നുള്ള മീനിങ്ങിൽ അദ്ദേഹം ചോദിക്കുകയാണ്. one feels guilty insulting the dead, and അതിലെന്താ പറയുന്നത്, ഡെത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പോലും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗിൽറ്റി ഫീലിംഗ് ആണ് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് വാക്കിംഗ് ഓൺ ഗ്രേവ്സ് ബട്ട് ദ പിഗ് ഡിഡ് നോട്ട് സീം ഏബിൾ ടു അക്യൂസ്, അതായത് ഈ പിഗിന് എന്ത് ചെയ്യാൻ പറ്റില്ല, തന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ പിഗ് എന്ത് ചെയ്യാണ്, ഒരാളെ അക്യൂസ് ചെയ്യാൻ ഈ അനിമൽസിന് കഴിയില്ല. ഓക്കെ, ഇപ്പം നമുക്കറിയാലോ, നമ്മളെ ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മളെ തിരിച്ച് ഒന്നും ചെയ്യില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കണ്ട മൃഗങ്ങളെയും അതുപോലെ പക്ഷികളെയും ചെറിയ ഉറുമ്പിനെയൊക്കെ നമ്മൾ ഉപദ്രവിക്കണം. അതുകൊണ്ടല്ല, ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആൻഡ് കോഴികളെ ഓടിച്ചിട്ട് വെറുതെ കല്ലെറിയുക, ചില ആളുകൾക്കൊക്കെ അങ്ങനത്തെ സ്വഭാവമുണ്ട്. കോഴീനെ പട്ടിനെ കാണുമ്പോൾ വെറുതെ കല്ലെറിയുക, വെറുതെ ഉപദ്രവിക്കുക, അങ്ങനത്തെ സ്വഭാവമുണ്ട്. പക്ഷേ അവർക്ക് നമുക്കെതിരെ റിയാക്ട് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടല്ലേ ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത്. നേരെ മറിച്ച് ഇവർക്ക്, ഈ അനിമൽസിനും അതുപോലെ നേച്ചറിനൊക്കെ മനുഷ്യരെ പോലെ വിവേകബുദ്ധി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ മനുഷ്യരൊന്നും ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ലായിരുന്നു.
ജസ്റ്റ് നിങ്ങൾ ആനയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ആനേനെ ഉത്സവപ്പറമ്പിൽ കൊണ്ടുപോയി നിർത്താറുണ്ട്. ആക്ച്വലി ആനയ്ക്കിത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ഒരുപാട് സൗണ്ടും ആൾക്കൂട്ടവും, പിന്നെ തലയിൽ 2 ആൾക്കാർ കയറിയിരിക്കുക, നെറ്റിപ്പട്ടം ചുറ്റുക, ചങ്ങലക്കിടുക. ഇത് ആക്ച്വലി ആനയ്ക്കിത് വളരെ ബുദ്ധിമുട്ടാണ്. ഭയങ്കര ആനപ്രേമികളാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്റ്റേറ്റസ് ഇടാറുണ്ട് ആൻഡ് ഫോട്ടോസ് ഇടാറുണ്ട്. ഭയങ്കര ആരാധനയോട് കൂടിയിട്ട് ആനകളെ നോക്കാറുണ്ട്. ബട്ട് ആക്ച്വലി ആരും ചിന്തിക്കുന്നില്ല ആനകൾക്ക് ഇത് എന്താ ടോളറേറ്റ് ചെയ്യാൻ പറ്റാവുന്നതിൽ അപ്പുറമാണ്. പക്ഷെ ആനയ്ക്ക് ആനേൻ്റെ വലിപ്പം അറിയില്ല എന്ന് പറയണ പോലെ ആനയ്ക്ക് അറിയില്ല ഞാനൊരു തുമ്പിക്കൈ കൊണ്ടൊരു വീശി കഴിഞ്ഞാൽ ഇവരൊക്കെ തെറിച്ച് പോകാവുന്നതേ ഉള്ളൂ എന്നുള്ളത് ആനയ്ക്ക് ചിന്തിക്കാൻ അറിയില്ല. ഇനി കാരണം ആനേനെ അത്രയും ഉപദ്രവിച്ചിട്ടാണ് ഇവർ ഇണക്കുന്നത്. ഇപ്പം നമ്മൾ പാപ്പാമാരുടെ കയ്യിൽ കണ്ട തോട്ടിയില്ല, അതിൻ്റെ അറ്റത്തൊരു ഹുക്ക് ഉണ്ടായിരിക്കും, ഇരുമ്പിൻ്റെ ഹുക്ക് ഉണ്ടാവും. അതുകൊണ്ട് അടിക്കുക, അതുപോലെ അതുകൊണ്ട് ഇങ്ങനെ കൊളുത്തുക ശരീരത്തിൽ. അപ്പോൾ അത് വേദനിക്കുന്നത് കൊണ്ടാണ് അതിങ്ങനെ ഇണങ്ങി നിൽക്കുന്നത്, പേടിച്ചിട്ടാണ് ഇണങ്ങി നിൽക്കുന്നത്. പക്ഷെ ആനയ്ക്ക് ആനയുടെ വലിപ്പം അല്ലെങ്കിൽ അതിൻ്റെ പവർ അറിയാമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആനേൻ്റെ അടുത്ത് പോലും നിൽക്കാനും മനുഷ്യർ ധൈര്യപ്പെടില്ല. സോ അതേപോലെ തന്നെ ഈ പിഗിൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഈ പിഗ് ആരോടാണ് പറയുക തന്നെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് പിഗിൻ്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ കുട്ടികളോ പോയിട്ട് പരാതി കൊടുക്കുമോ? ഇല്ല. ആ ധൈര്യത്തിലാണ് ആക്ച്വലി ഹ്യൂമൻ ബീയിങ്സ് എന്ത് ചെയ്യുന്നത്, അവർ ഉപദ്രവിക്കുന്നത് അല്ലേ. ഹ്യൂമൻ ബീയിങ്സിനേക്കാളും ഇൻഫീരിയർ ആയിട്ട് തോന്നുന്ന എല്ലാത്തിനും ഹ്യൂമൻ എന്ത് ചെയ്യും, ഒരു പിന്നെ റിമോഴ്സ്, വിത്തൗട്ട് എനി റിമോഴ്സ് ദേ വിൽ കിൽ ഓർ ഡിസ്റ്റർബ് അല്ലേ. അവരിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇപ്പം നമുക്ക് അമേരിക്കയിലൊക്കെ പിന്നെ വേറൊരു സഞ്ചാരിപ്രാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സഞ്ചാരിപ്രാവ് എന്ന് പറയണത് പിന്നെ ഈ ലോകത്ത് ഒരുപാടുണ്ടായിരുന്നു. ഓക്കെ, ഒരുപാടെന്ന് പറഞ്ഞാൽ ഈ പ്രാവിൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഇതാണ്. പക്ഷെ അത് ലോകത്ത് ഇപ്പോൾ ഒന്നുപോലുമില്ല. കോടിക്കണക്കിന് എണ്ണം സഞ്ചാരിപ്രാവുകൾ ഈ ലോകത്തുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒന്നുപോലുമില്ല. അവസാനമായിട്ട് ജീവിച്ചിരുന്ന സഞ്ചാരിപ്രാവിൻ്റെ പേരാണ് മാർത്ത എന്ന് പറയുന്നത്. മാർത്ത എന്നായിരുന്നു അതിൻ്റെ പേര്. കാരണം ഈ വംശനാശം സംഭവിക്കാൻ തുടങ്ങിയോട് കൂടിയിട്ട് പുറത്തുള്ള യൂറോപ്യൻ കൺട്രീസിലുള്ള ആളുകൾ ഇതിനെ സംരക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് മ്യൂസിയത്തിൽ ഉണ്ടായിരുന്ന സൂവിലുണ്ടായിരുന്ന സഞ്ചാരിപ്രാവിൻ്റെ പേരാണ് മാർത്ത. ഓക്കെ, കാരണം ഈ മനുഷ്യരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇറച്ചിക്ക് വേണ്ടിയിട്ട് ഈ സഞ്ചാരിപ്രാവ് ഇങ്ങനെ കൂട്ടത്തോടെയാണ് പറക്കുക. അപ്പോൾ കൂട്ടത്തോടെ പറക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും, താഴ്ത്തുനിന്ന് വെടിവെക്കുമ്പോൾ കുറേ എണ്ണം ചത്ത് വീഴും. എന്നിട്ട് അതിനെടുത്തിട്ട് കറി വെക്കും. അങ്ങനെയാണ് അതിന് വംശനാശം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഒരുപാട് ഇൻസിഡൻസ് ഇവിടെ നടക്കുന്നുണ്ട്. ഡോൾഫിൻ്റെ വംശനാശം, കടുവയുടെ വംശനാശം, ഇതൊക്കെ സംഭവിക്കുന്നത് എന്താണ്, അതിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതുകൊണ്ടാണ്. ആക്ച്വലി അതില്ലാതെ ഇറച്ചിക്ക് വേണ്ടിയിട്ട് മനുഷ്യർക്ക് പിന്നെ എത്ര കിട്ടിയാലും തികയില്ലല്ലോ. സോ അങ്ങനെ തിന്ന് അവസാനം കുറേ മൃഗങ്ങൾക്ക് ഇങ്ങനെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ the fourth stanza, it was too dead, just so much and poundage of large and pork, its last dignity and entirely gone, it was not a figure of fun. Again നമ്മുടെ പോയിട്ട് പറയാണ്, it was too dead, അത് ചത്തിട്ടുണ്ട്. മരിച്ച് അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഈവൻ മരിച്ചു കഴിഞ്ഞാലും നമ്മളതിനെ വെറുതെ വിടുമോ? ഇല്ല, വെറുതെ വിടാൻ പോകണില്ല. അവരെന്താ ചെയ്യണത്, ചത്ത് കഴിഞ്ഞാലും അതിനെ അറുത്ത് ഇങ്ങനെ മസാല പുരട്ടിയിട്ട് ആൻഡ് പോർക്കാക്കാൻ പോവുകയാണ് അല്ലേ. അതിനെ എന്താണ് ഡിഷാക്കാൻ പോവുകയാണ് അവർ. ദെൻ എ പൗണ്ടേജ് ഓഫ് ലാർഡ് ആൻഡ് പോർക്ക് എന്ന് പറയുന്നുണ്ട്. ഈ പൗണ്ടേജ് എന്ന് പറയുന്നത് നമ്മൾ കാശില്ല അതിന് തന്നെയാണ് കേട്ടോ, പൈസയ്ക്ക് തന്നെയാണ് പൗണ്ടേജ് എന്ന് പറയുന്നത്. അത് ഇത്ര അളവിന് ഇത്ര പൗണ്ടേജ് എന്ന് പറയുമല്ലോ, ലൈക്ക് ദാറ്റ്. ആൻഡ് ഈ ഒരു പോർക്കിനും പന്നിയിറച്ചിക്കാണ് നമ്മൾ പോർക്ക് എന്ന് പറയാം. അപ്പോൾ ഈ പോർക്കിനും അതുപോലെ ലാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുപ്പ്, മൃഗക്കൊഴുപ്പ് അല്ലെങ്കിൽ പന്നീൻ്റെ കൊഴുപ്പില്ലേ, നെയ്യില്ലേ, അങ്ങനെ പറയും. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, വി വിൽ സെൽ ഇറ്റ്. ഓക്കെ, നമ്മൾ അതിന് ചത്താലും നമ്മൾ വെറുതെ വിടില്ല എന്ന് പറയില്ലേ, ലൈക്ക് ദാറ്റ്. ആൻഡ് ഇറ്റ്സ് ലാസ്റ്റ് ഡിഗ്നിറ്റി ഹാഡ് എൻറ്റയർലി ഗോൺ. എങ്ങനെയാണ് ഡിഗ്നിറ്റി പോവാന്ന് പറയണത്? അതിൻ്റെ ലാസ്റ്റ് ഡിഗ്നിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ മേന്മാരിക ഗുണം എന്നുള്ള മീനിങ് ആണ്. അപ്പം ഈ പോർക്കിനെ കൊന്നു കഴിഞ്ഞാൽ പോർക്കായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉപയോഗം എന്താണ്, അത് ഫുഡ് ആവുക എന്നുള്ളതാണ്. മനുഷ്യർക്ക് അല്ലെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങൾക്ക് ഫുഡ് ആവുക എന്നുള്ളതാണ്. ആൻഡ് ഇപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മളെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്തിനാണ്, നമ്മുടെ മണ്ണിനാണ് അതിൻ്റെ ഗുണം അല്ലേ. നമ്മൾ മണ്ണിൽ നമ്മൾ ലയിക്കുന്നു, ജീർണിച്ച് പോകുന്നു. ആ മണ്ണ് വളരെ വളക്കൂറുള്ള മണ്ണായിട്ട് മാറും. അതിലെ സസ്യങ്ങൾക്ക് അത് നല്ലതാണ്. പക്ഷെ ഇവിടെ നമ്മളുടെ പോർക്കിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഡിഗ്നിറ്റി എന്താണ്, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഫുഡ് ടു പീപ്പിൾ. ഓക്കെ, വേറെ ആളുകൾക്ക് എന്താവാണ്,
അത് ഫുഡായി മാറാൻ പോവാണ് അല്ലേ. സോ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതിൽ എന്തെങ്കിലും ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ സേ ദാറ്റ്. ഓക്കെ, യു ക്യാൻ കമൻറ്റ് ഓൺ അവർ കമൻറ്റ് ബോക്സ്. ആൻഡ് ഇറ്റ് വാസ് നോട്ട് എ ഫിഗർ ഓഫ് ഫൺ. ഇതെന്താണ് ഒരു ഇറ്റ്സ് നോട്ട് എ ഫൺ. ഓക്കെ, ഇതൊരു ഫണ്ണി ആയിട്ടുള്ള കാര്യമല്ല. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റാൻസ, ടു ഡെഡ് ആൻഡ് അഗെയിൻ ഡെഡ് എന്ന് പറയുന്ന വേർഡ് പിന്നെയും വന്നിട്ടുണ്ട്. ടു ഡെഡ് നൗ ടു പിറ്റി. To remember its life-dim stronghold of earthly pleasure as it had been seemed a false effort and off the point. Again, ആ ഒരു പിഗിൻ്റെ അവസ്ഥ പറയാണ്. ടു ഡെഡ് ടു പിറ്റി ആൻഡ് ടു റിമെമ്പർ ഇറ്റ്സ് ലൈഫ് ഡിൻ സ്ട്രോങ് ഹോൾഡ് ഓഫ് earthly pleasure as it had been. So here, Ted Hughes strongly makes it a point that to remember the life of the pig, the pleasure that it had in its previous phase of life itself is a false effort. അപ്പം ഈ ഒരു പിഗിൻ്റെ ലൈഫ് എന്ന് പറയണത് ദാറ്റ് വാസ് എ ഫാൾസ് എഫേർട്ട്. ആൻഡ് അല്ലെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ഫേസ് എന്ന് പറയും, ലൈഫിൻ്റെ പ്രീവിയസ് ഫേസ് എന്ന് പറയുന്നത് ദാറ്റ് വാസ് എ പ്ലഷർഫുൾ തിങ്. ബട്ട് ഇപ്പം എന്താണ് ആ ഒരു പിഗിൻ്റെ ലൈഫ് എന്താണ്, ഇറ്റ് ഈസ് ഫാൾസ് എഫേർട്ടായിട്ടാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ആൻസർ, ടു ഡെഡ്ലി ഫാക്ച്വൽ ഇറ്റ് വെയിറ്റ് oppressed me, how could it be moved, and the trouble of cutting it up, the gash in its throat was shocking but not pathetic. Again deadly എന്ന് പറയുന്ന വേർഡ് അതിൽ വരുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇറ്റ്സ് വെയിറ്റ് ഒപ്രസ്ഡ് മീ, ഹൗ കുഡ് ഇറ്റ് ബി മൂവ്ഡ്. അപ്പം അതിൻ്റെ വെയിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. സോ അതിൻ്റെ വെയിറ്റ് അത്രയും ദാറ്റ് ഒപ്രസ്ഡ് ദ ഓതർ ആൻഡ് ഹൗ കുഡ് ഇറ്റ് ബി മൂവ്ഡ്, അതിനെങ്ങനെയാണ് ഒന്ന് മൂവ് ചെയ്യുക, ഐ മീൻ അവിടെ നിന്ന് എങ്ങനെയാണെന്നൊന്ന് മാറ്റുക. ആൻഡ് ദ ട്രബിൾ ഓഫ് കട്ടിങ് ഇറ്റ് അപ്പ്. അപ്പം അവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ ഒരു ഇറ്റ് ഈസ് ലൈക്ക് ഒരു എന്താ പറയുക, അദ്ദേഹത്തിനൊരു മനസ്താപം തോന്നുകയാണ്. കാരണം എന്താ വെച്ചാൽ ഈ ജന്തുക്കളുടെ ഈ കാർക്കസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കാർക്കസ് മീൻസ് ജന്തുക്കളുടെ ശവത്തിനെയാണ് നമ്മൾ കാർക്കസ് എന്ന് പറയുക. ഈ ശവത്തിനെ എങ്ങനെയാണ് കട്ട് ചെയ്തിട്ട് ആളുകൾക്ക് എന്താ പറയുക ഡിസ്പെൻസ് ചെയ്യുക, വിതരണം ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. ആൻഡ് ട്രബിൾ ടു കട്ടിങ് ഇറ്റ് അപ്പ്, ഇത് കട്ട് ചെയ്യാൻ വേണം, ഈ ഒരു മൃഗത്തിൻ്റെ ശവത്തിനെ കട്ട് ചെയ്യാൻ വേണം, ഇത് ആളുകൾക്ക് കൊടുക്കുക വേണം അല്ലേ. സോ ഹീ ഷോസ് സംതിങ് ട്രബിൾ ഇൻ ദാറ്റ് പ്രോസസ് ആൻഡ് ദ ഗാഷ് ഇൻ ഇറ്റ് ത്രോട്ട് വാസ് ഷോക്കിംഗ് ബട്ട് നോട്ട് പെതറ്റിക്. അപ്പോൾ എന്താണ്, അവർ ആ ത്രോട്ട്, അതായത് പിഗിൻ്റെ ത്രോട്ട് അവർ കട്ട് ചെയ്തിട്ടുണ്ട്. ഗ്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആഴത്തിലുള്ള മുറിവിനെയാണ് നമ്മൾ പറയാം കേട്ടോ. സോ ആ ഗ്യാഷ് എന്ന് പറയുന്നത് ത്രോട്ടിൽ കത്തി ഇറക്കിയിട്ട് അവർ കട്ട് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് വാസ് എ ഷോക്കിംഗ് തിങ് ആൻഡ് ബട്ട് നോട്ട് പെതറ്റിക് എന്ന് പറയുന്നുണ്ട്. പെതറ്റിക് അല്ല എന്ന് പറയാനുള്ള കാരണം എന്തായിരിക്കും, കാരണം അത് നോർമലാണ്. കാരണം എന്താ വെച്ചാൽ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് ഒരു എന്താണ്, സസ്യങ്ങളെയും കഴിക്കും മൃഗങ്ങളെയും കഴിക്കും അല്ലേ. ഈ മൃഗങ്ങളുടെ ശവം ഇങ്ങനെ എടുത്ത് കഴിക്കുക എന്ന് പറയണത് അതൊരു പെതറ്റിക്കായിട്ട് ഹ്യൂമൻ ബീയിങ്ങിന് തോന്നുന്നേ ഇല്ല എന്നാണ് പറയണത്. ഓക്കെ, കുറച്ചൊരു കൈൻഡ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെ ഇതിനെ അറുത്ത് കൊല്ലുന്നത് കൊണ്ട്, അറുത്ത് കൊന്ന് തിന്നുന്നത് കൊണ്ട് അതിനൊരു ദയയും ഈ ഹ്യൂമൻ ബീയിങ്ങിന് തോന്നുന്നില്ല. ഓക്കെ, ദ നെക്സ്റ്റ് ആൻസർ, വൺസ് ഐ റാൻ അറ്റ് ദി ഫെയർ ഇൻ ദി നോയ്സ് ടു ക്യാച്ച് എ ഗ്രീസ്ഡ് പിഗ്ലെറ്റ് ദാറ്റ് വാസ് ഫാസ്റ്റർ ആൻഡ് നിംബ്ലർ ദാൻ എ ക്യാറ്റ്. ഇറ്റ്സ് ഈക്വൽ വാസ് ദി റെൻഡിങ് ഓഫ് മെറ്റൽ. അപ്പോൾ പോയിന്റ് അവരുടെ ലൈഫിലുണ്ടായിരുന്ന മറ്റൊരു കാര്യത്തെ ഇങ്ങനെ ഓർക്കുകയാണ്. ഹി റിക്കാൾസ് പാസ്റ്റ് ഇവൻ, അതായത് വൺസ് ഐ റാൻ അറ്റ് എ ഫെയർ ഇൻ ദ നോയ്സ് ടു ക്യാച്ച് എ ഗ്രീസ്ഡ് പിഗ്ലെറ്റ്, അതായത് ഒരു ഗ്രീസ്ഡ് പിഗ്ലെറ്റിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ആൾ ഓടി. ആൻഡ് ദാറ്റ് വാസ് ഫാസ്റ്റർ ആൻഡ് നിംബ്ലർ ദാൻ എ ക്യാറ്റ്. അപ്പോൾ ഒരു ക്യാറ്റിനേക്കാളും ഫാസ്റ്റർ ആയിരുന്നു അത്. ആ ഒരു ആ പിഗ്ലെറ്റ് എന്ന് പറഞ്ഞാൽ പന്നിക്കുട്ടീനെയാണ് പിഗ്ലെറ്റ് എന്ന് പറയാം കേട്ടോ. സോ പിഗ്ലെറ്റിൻ്റെ ആ ഒരു ഓട്ടം, അതിൻ്റെ റണ്ണിങ് എന്ന് പറയുന്നത് ഒരു ക്യാറ്റിനേക്കാളും അധികമായിരുന്നു. ആൻഡ് ഇറ്റ്സ് സീക്വൽ വാസ് എ റെൻഡിങ് ഓഫ് മെറ്റൽ. സീക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീൽക്കാരെന്ന് പറയില്ലേ, ഐ മീൻ പന്നിയുടെ ഒരു ശബ്ദമല്ല, ഒരു ആ സൗണ്ടിനെയാണ് പറയണത് കേട്ടോ. ആൻഡ് അതെന്താണ്, അതൊരു ഡിസ്റ്റർബിങ് സൗണ്ടായിരുന്നു ആക്ച്വലി. ഒരു റെൻഡിങ് ഓഫ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ഈ മെറ്റലിൽ ഇങ്ങനെ ഒരസുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദമല്ല, അതുപോലെയാണ് ഈ പിഗ്ലെറ്റിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നത് എന്നാണ് പറയണത്. സോ ഈ ഒരു ഇൻസിഡൻറ്റ് പോയിറ്റിൻ്റെ ലൈഫിൽ ആദ്യം ഉണ്ടായിരുന്നൊരു സംഭവമാണ്. സോ അത് ആ സമയത്ത് അദ്ദേഹം ഓർക്കുകയാണ് ചെയ്യണത്. ദെൻ പിഗ്സ് മസ്റ്റ് ഹാവ് ഹോട്ട് ബ്ലഡ്, ഫീൽ ലൈക്ക് ഓവൻസ്
സോറി അവൻസ് എന്നാണ് കേട്ടോ അത് വായിക്കുക. ഓവൻ എന്നാണ് നമ്മൾ പറയാറ്. ആക്ച്വലി അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അവൻ എന്നാണ് കേട്ടോ. പിഗ്സ് മസ്റ്റ് ഹാവ് ഹോട്ട് ബ്ലഡ് ലൈക്ക് ഫീൽ ലൈക്ക് അവൻസ്. Their bite is worse than the horses. They chop a half moon clean out. They eat cinders, dead cats. എന്നിവിടെ പറയുന്നതാണ് ഈ പിഗ്സിൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഇതൊരു ഹോട്ട് ബ്ലഡാണ്. ദ ഫീൽ ലൈക്ക് അവൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫീൽ ലൈക്ക് ഓവൻ എന്ന് പറയുമ്പോഴും അവിടെ എന്താണ് ആക്ച്വലി ഈ പിഗ്സ്, അതായത് അവിടെയുള്ള പിഗ് എന്താണ് ഓവനിലേക്ക് പോകാനുള്ള ഒബ്ജക്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ്. അതായത് ഓവൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യാറ്, അവൻ എന്തിനാണ് യൂസ് ചെയ്യാറ്, നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ചിക്കൻ വേവിക്കാനും കേക്ക് ഉണ്ടാക്കാനൊക്കെ നമ്മളത് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. സോ അതിന് ആ ഒരു പിഗിൻ്റെ ഫ്യൂച്ചറിനെയാണ് പറയണത്. ഇപ്പോൾ ആ ഡെഡ് പിഗ് എന്താവാൻ പോവാണ്, ഓവനിലേക്ക് ഇറ്റ് വിൽ ട്രാൻസ്ഫർ ടു ദ ഓവൻ ആസ് ഫുഡ് അല്ലേ. ആൻഡ് പിന്നെ പറയുന്നത് ദെയർ ബൈറ്റ് ഈസ് വേഴ്സ് ദാൻ ഹോഴ്സ്, അതായത് കുതിരകൾ കടിക്കില്ലേ, ബൈറ്റ് ചെയ്യില്ലേ, സോ അതിനേക്കാൾ വേഴ്സാണ് ഈ ഒരു പിഗ്സിൻ്റെ ബൈറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ദെൻ ദേ ചോപ്പ് എ ഹാഫ് മൂൺ ക്ലീൻ ഔട്ട് ആൻഡ് ദേ ഈറ്റ് സിൻഡേഴ്സ് ആൻഡ് ഡെഡ് ക്യാറ്റ്സ്. സിൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിക്കട്ട, കത്തിക്കരിഞ്ഞ എന്നുള്ളൊരു മീനിങ് ആണ്. അത് കഴിക്കും. അതുപോലെ ഡെഡ് ക്യാറ്റ്സിനെയും വേസ്റ്റൊക്കെ കഴിക്കാറുണ്ടല്ലേ പിഗ്സ് എന്ന് പറയുന്നത്. ആൻഡ് ആ വേസ്റ്റ് കഴിക്കുന്ന സാധനത്തെയാണ് നമ്മൾ കഴിക്കാൻ പോണത് അല്ലേ. സോ ദിസ് ഈസ് ദ ഫാക്ട്. ആൻഡ് പിഗിൻ്റെ ഒരു ഈറ്റിംഗ് ഹാബിറ്റിനെ അല്ലെങ്കിൽ ഈറ്റിംഗ് ഹാബിറ്റ്സിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ലൈക്ക് ദാറ്റ് നമ്മൾ പിഗ്സ് എന്ത് ചെയ്യുന്നു, ഡെഡ് ക്യാറ്റ്സിനെ കഴിക്കുന്നു. സിൻഡേഴ്സ്, കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങളൊക്കെ പിഗ്സ് കഴിക്കുന്നു. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഡെഡായിട്ടുള്ള പിന്നെ പിഗ്സിനെ കഴിക്കുന്നു. ആൻഡ് ഡെഡായിട്ടുള്ള പശുവിനെ കഴിക്കുന്നു, കോഴീനെ കഴിക്കുന്നു, ആൻഡ് എല്ലാത്തിനും കൊന്ന് കഴിക്കുന്നു. സോ പിഗ്സും നമ്മളും തമ്മിൽ യാതൊരു മാറ്റമില്ല എന്നാണ് അവിടെ പറയുന്നത്. പന്നികളും നമ്മളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണെന്ന് പറയണത് അല്ലേ. നമ്മൾ കത്തിക്കരിഞ്ഞ അവശിഷ്ടം, അതായത് പിഗിന് ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ്, പിഗ് ഒരു അവശിഷ്ടമായിട്ട് മാറിയിട്ടുണ്ട്, ഒരു ഒബ്ജക്റ്റ്, ഡെഡ് ഒബ്ജക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ആ ശവത്തെയാണ് നമ്മൾ കഴിക്കുന്നത്. അതേപോലെ തന്നെ പന്നി എന്ത് ചെയ്യുന്നുണ്ട്, പന്നി കഴിക്കുന്നത് എന്തിനാണ്, മറ്റുള്ള മനുഷ്യർ ഒഴിവാക്കി കളയുന്ന വേറെ അവശിഷ്ടങ്ങളുണ്ട്, അതിനെ പന്നി കഴിക്കുന്നു, ഈ പന്നീനെ നമ്മൾ കഴിക്കുന്നു. ദാറ്റ് ഈസ് ദ ഫാക്ട്. ഓക്കെ, സോ ഇവിടെ പന്നിയും നമ്മളൊക്കെ ഒരുപോലെയാണ്. സോ ദ ലാസ്റ്റ് പാരഗ്രാഫ്, distinctions and admiration such as this one was long finished with. It stared at it long time. They were going to scald it and score it like a doorstep. ആൻഡ് ഈ ഒരു ലൈൻസിൽ പറയുന്നത് ഹ്യൂമൻ ബീങ്സിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഡിസ്റ്റിങ്ഷൻ ആൻഡ് അഡ്മിറേഷൻ സച്ച് ആസ് ദിസ് വൺ വാസ് ലോങ് ഫിനിഷ്ഡ് വിത്ത്, അതായത് ഈ ഇത്രയും എന്താ പറയുക, 3 മെൻ്റെ അത്രയും സൈസുള്ള അല്ലെങ്കിൽ ഒരു വീറ്റ് സാക്കിൻ്റെ അത്രയും സൈസുള്ള ഈ ഒരു പിഗിനെ എന്താണ് ഈ മനുഷ്യരെ പിടിക്കുന്നു, കൊല്ലുന്നു. ഇറ്റ് വാസ് ലൈക്ക് അഡ്മയർ ചെയ്യുന്ന, അതായത് വലിയ ഒരു എന്താ ഹീറോയിക്കായിട്ട് അല്ലെങ്കിൽ അവരെന്തോ വലിയ സംഭവമാണെന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. അഡ്മയർ കൊടുക്കുന്ന രീതിയിലാണ് കാണുന്നത്. ആൻഡ് I starred at it long time. They were going to scald it. ഈ ദേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻസിനെയാണ് കേട്ടോ. ആൻഡ് ദേ വർ ഗോയിങ് ടു സ്കാൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങണേനെയാണ് ഇതിങ്ങനെ പറയണത്. ആൻഡ് പുഴുങ്ങാൻ പോവാണ്. ഓക്കെ, ആൻഡ് സ്കൗർ ഇറ്റ് ലൈക്ക് എ ഡോർ സ്റ്റെപ്പ്. ഈ സ്കൗർ എന്ന് പറയുകയാണെങ്കിൽ ഉരച്ച് കഴുകുക, വെള്ളത്തിലിട്ട് കഴുകുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. സ്കൗർ ചെയ്യുക, ക്ലീൻ ചെയ്യുക. ഓക്കെ, ആൻഡ് അവരെന്താണ് അതിനെ ഫുഡാക്കാൻ പോവാണ്. സോ ഇതിന് ഞാൻ എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷനിൽ വേറൊരു മീനിങ് കൂടി ഞാൻ കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറയാറുണ്ട്, നമ്മൾ തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ ഡെഫിനറ്റ്ലി നരകത്തിലേക്ക് പോകാമെന്നുള്ളൊരു വിശ്വാസമുണ്ട് അല്ലേ. ഐ എം നോട്ട് എ ബിലീവർ, ബട്ട് പൊതുവെ അങ്ങനൊരു വിശ്വാസമുണ്ട്. അപ്പം ഇതിൽ ഈ ദേ വേർ ഗോയിങ് ടു സ്കാൽഡ് എന്ന് പറയണത് അവർ ഒന്നുകിൽ പന്നീനെ അല്ലെങ്കിൽ ആ പിഗിനെ പുഴുങ്ങാൻ പോവാണ്, സ്കാൽഡ് ചെയ്യാൻ പോവാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പിന്നെ പാപങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരെന്താണ് മൃഗങ്ങൾ അത്രയും ഉപദ്രവിക്കുന്നുണ്ടല്ലേ. സോ ആ ഒരു പാപം ആൻഡ് ഈ ഒരു സംഭവം എന്താണ്, ഇറ്റ്സ് ദ ഡോർ സ്റ്റെപ്പ് ടുവാർഡ്സ് ദി ഹെൽ അല്ലേ. ദൈവം നമ്മളെ എന്ത് ചെയ്യും, എവിടെ എത്തിക്കും, ഹെല്ലിൽ എത്തിക്കും എന്നുള്ള. ഹെല്ലിൽ ഇങ്ങനെ കുറേ പരിപാടികളുണ്ടല്ലോ, ചൂടുവെള്ളത്തിൽ പുഴുങ്ങുക, തിളച്ചെണ്ണയിലിട്ട് പുഴുങ്ങുക. സോ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. സോ ഞാൻ കൊണ്ടുവന്ന ഇൻ്റർപ്രിട്ടേഷനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻ്റർപ്രിട്ടേഷൻസ് ഇതിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ യു ഷുഡ് കമൻറ്റ് ഓൺ അവർ കമൻറ്റ് ബോക്സ്. ഓക്കെ, സോ ഇതാണ് എ വ്യൂ ഓഫ് എ പിഗ് എന്ന് പറയുന്ന പോയത്തിൻ്റെ
സമ്മറി. ഓക്കെ, സ്റ്റാൻസ വൈസ് സമ്മറിയാണ്. പോയട്രി നന്നായിട്ട് വായിച്ച് നോക്കുക. ആൻഡ് ഇതിനെങ്ങനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യണം എന്നുള്ള കാര്യവും നിങ്ങൾക്ക് ഈ പോയം വായിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെ ക്രിട്ടിക്കൽ അനലൈസ് ചെയ്യണം, ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ക്രൂവൽറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ആൻഡ് അപ്പോൾ പിന്നെ ഞാനിത് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾ ഇത് അനോട്ടേഷനായിരിക്കും കൂടുതൽ ഇതിൽ നിന്ന് വരിക. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഇതിൽ പഠിച്ചാൽ മതി കേട്ടോ. ആൻഡ് നമുക്ക് ക്രിട്ടിക്കൽ അനലൈസ് ചെയ്യാനുള്ള വർക്ക്സ് വേറെ കുറേ കിടക്കുന്നുണ്ട്. വെയിറ്റിംഗ് ഫോർ ദ ഗോദ ഉണ്ട്, ആൻഡ് പിന്നെ ടോപ്പ് ഗേൾസ് ഉണ്ട്, പിന്നെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അങ്ങനെ നല്ല നല്ല വർക്ക്സ് വേറെയും ഉണ്ട്. സോ ഇതിപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റാൻസ വൈസ് സമ്മറിയിൽ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അതിൻ്റെ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാം. പിന്നെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആൻഡ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക, ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.